അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ അടുത്തത് ചക്കുളത്ത് കാവാണ്. അതെ, ഞങ്ങൾ ചക്കുളത്ത് പറഞ്ഞോ. ആനൻ്റെ കൊമ്പ് കണ്ടിട്ടേ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അതിനിടയിൽ പറഞ്ഞോ വെച്ചാൽ ഞാൻ എന്താണ് പറയണത് എനിക്കറിയില്ല. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. PK ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് 2 ദിവസം ഞങ്ങൾ ടൂർ പോകാന്ന് പറഞ്ഞാൽ മണ്ണാർശാലയ്ക്ക് പോവുകയാണ്. നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ മണ്ണാർശാലയ്ക്ക് എന്തിനാ പോകണമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 2 ദിവസം ഞങ്ങൾ ഇന്നും നാളെയും, അതായത് 28-ാം തീയതിയാണ് വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ആ ദിവസം മണ്ണാർശാലയിൽ പോകണമെന്നാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് അമ്പലപ്പുഴയും എല്ലാവരുടെയും ഒന്ന് കറങ്ങി ഉണ്ണിക്കണ്ണനെയൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് ഞങ്ങൾ മണ്ണാർശാലയ്ക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മണ്ണാർശാലയിൽ വെച്ച് കാണാം. ഹായ്. ഞാനും ഏട്ടനും എൻ്റെ അനിയനും കൂടെയാണ് പോണത്. അപ്പം നമ്മൾ പോണത് റെയിൽവേ സ്റ്റേഷനിൽ. ഏത് റെയിൽവേ സ്റ്റേഷനാണ്, എങ്ങനെയാണ് പോണത്, അതായത് നമ്മൾ മണ്ണാർശാലയ്ക്ക് എന്തിനാണ് പോകണമെന്ന് അറിയാമല്ലോ. ഉരുളി കമിഴ്ത്താൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ നമ്മളെപ്പോലെ ആരെങ്കിലുമൊക്കെ പോകുന്നവരുണ്ടെന്ന് വെച്ചാൽ അവർക്കും കൂടെ ഒന്ന് എങ്ങനെയാണ് പോണതെന്ന് അറിയാമല്ലോ. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മെയിനായിട്ട് പോകുന്ന വഴിയൊക്കെ എടുക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പാലക്കാട്ടിലെ തന്നെ വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. അത് എല്ലാവർക്കും അറിയാമായിരിക്കും തോന്നുന്നു. കാരണം നമ്മൾ 2 സ്റ്റേഷനുണ്ട്. പാലക്കാട് ടൗണിൽ ഒരു സ്റ്റേഷനുണ്ട്, പക്ഷേ ഇത്രയും വലുതല്ല. ഇവിടെ നിന്നാലാണ് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റും. കാരണം ഇവിടെയാണ് പാലക്കാടത്തെ തന്നെ വലിയ റെയിൽവേ സ്റ്റേഷൻ. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. നടന്നു പോയിട്ട് ആദ്യം ഞങ്ങൾ പോകുന്നത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാനാണ്. ഞങ്ങൾ പാലക്കാട് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുന്ന സമയം 8 മണിയാണ്. ട്രെയിനിൻ്റെ പേരോ എവിടെ നിന്നാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അതൊന്നും പറഞ്ഞ് എന്താ പറയുക, അറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരുവിധം അമ്പലപ്പുഴയിൽ വന്നെത്തി. ഭയങ്കര ബോറായിരുന്നു ട്രെയിനിൽ യാത്ര. ഏട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ട്രെയിൻ യാത്ര? ലേറ്റ് ആയത് പോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും വൃത്തികെട്ടൊരു യാത്ര അല്ലേ? അപ്പം നമ്മൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. ഇനി നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോവാണ്. ഇതാണ് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഞങ്ങൾ ഓട്ടോ പിടിച്ചു. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഹോട്ടലിൻ്റെ അവിടെ നിന്ന് മറ്റേ അമ്പലത്തിലേക്ക് നടക്കണ ദൂരമേ ഉള്ളൂ അല്ലേ? പാൽപ്പായസം വൈകുന്നേരം കിട്ടുമോ? രാവിലെ മാത്രമാണ്? അതെ. ബസ്സുകളോ ഹരിപ്പാട് പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ ഹരിപ്പാട് ചെന്ന് ഹരിപ്പാടാണ് ശരിക്കും മണ്ണാർശാലയ്ക്കാണ് പോകേണ്ടത്. അവിടെ പോയിട്ട് രാവിലെ ഇവിടെ വന്നു വെച്ചാൽ പാൽപ്പായസം കിട്ടുമോ? രാവിലെ ഈ പോയി ലൈൻ നിൽക്കണം. ലൈൻ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വൈകിട്ട് 5:30 പോകുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ എഴുതാൻ പറ്റും. മാനറൊക്കെ പോയി നോക്കിയാൽ മതി. അല്ല, ഇപ്പോൾ പോകുമ്പോൾ ബുക്ക് ചെയ്തിട്ട് ദിവസം കാണുന്നത് വലിയ ആളുകൾ കണ്ടില്ല. അതാണ് ചിലപ്പോൾ കണ്ടേ
എവിടെ ചെന്ന് നമ്മൾ ഓട്ടോയിൽ കയറിയാലും ഏട്ടൻ അവിടെയുള്ള ആ ഓട്ടോ ഡ്രൈവർ ചേട്ടനുമായിട്ട് ഒരു സൗഹൃദം പങ്കിടാറുണ്ട്. അതുപോലെ നന്നായി സംസാരിച്ച് എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് പോകേണ്ടത് എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മണിക്കൂർ അവിടെ പിടിച്ചിട്ടിട്ടാണ് ട്രെയിൻ വന്നത് തന്നെ. ഞങ്ങൾ 8 മണിക്ക് കയറിയിട്ട് കറക്റ്റ് 2 മണിയാകുമ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ നന്നായി വിശന്ന് പുകഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിച്ചു. കൊള്ളായിരുന്നു. നമ്മൾ ഊണായിരുന്നു കഴിച്ചത്, കാരണം ഉച്ചയായല്ലോ. ഞങ്ങൾ അമ്പലപ്പുഴയിൽ ഇറങ്ങി. ആ കാണുന്നതാണ് അമ്പലം. ഞങ്ങൾ ഫുഡ് കഴിച്ചു. പക്ഷെ നട അടച്ച് ഞങ്ങൾ വരുമ്പോൾ രണ്ടും അല്ലാത്തൊരു സമയമായി. കാരണം ഇപ്പോൾ ഉച്ചയായിട്ടുള്ളൂ. ഇനി 5:30 തുറക്കുള്ളൂ നട. അതുവരെ ഞങ്ങൾ ഈ അടുത്തൊന്നും വേറെ ഒന്നും കാണാൻ ഏകദേശം നമ്മളുടെ ഈ പാലക്കാടുമായിട്ട് സാമ്യമുള്ളൊരു സ്ഥലം പോലെ തോന്നി. കാണാനാണെങ്കിൽ ശരി, സംസാരിക്കുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒന്നിൽ തൃശ്ശൂരോ അല്ല വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾക്ക് ഭാഷ ഭയങ്കര ബുദ്ധിമുട്ടാവും. എറണാകുളം ഭാഷയാണെങ്കിൽ കൂടി വ്യത്യാസമുണ്ട്, മലപ്പുറം ഭാഷ, കോഴിക്കോട് ഭാഷ എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ വെറും 40 രൂപയേ ഉള്ളൂ. ഇതാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രത്തിലെ വടക്കേ നടയാണ്. ഇത് ഫ്രണ്ട് വശമല്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ നമ്മൾ വടക്കേ നടയിലാണ് എത്തുന്നത്. അവർ രണ്ടുപേരുടെയും പോക്ക് കണ്ടെന്ന് വെച്ചാൽ മുമ്പ് എന്തോ നല്ല പരിചയമുള്ള സ്ഥലം പോലെയാണ് പോണത്. എന്നെ വിട്ടിട്ടാണ് പോകുന്നത്. വേഗം പോയാൽ അവരുടെ ഒപ്പം എത്താൻ പറ്റുള്ളൂ. നമ്മളുടെ ഗുരുവായൂർ ഇപ്പോൾ വീഡിയോ ഒന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്നുണ്ടല്ലോ. അതേപോലെ ഇവിടെ എങ്ങാനും ഉണ്ടാവുമോ എന്നറിയില്ല. അറിയാതെയാണെങ്കിലും ഞങ്ങളിപ്പോൾ വീഡിയോ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇനി വീഡിയോ കണ്ടു കഴിയുമ്പോൾ അറിയാം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. ഒരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു. അവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. വൈകുന്നേരം 5 മണി കഴിയും നട തുറക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്തായാലും ഒരുപാട് നടത്താണ്. 2 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആലപ്പുഴയ്ക്ക് മുമ്പ് വന്നിട്ട് പെയിൻറ്റ് സപ്ലൈക്ക് വന്നിട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെയും ഇറങ്ങിയിട്ട് ഇതുപോലെ കറങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് അമ്പലപ്പുഴയിൽ വരുന്നില്ലേ. ശിവൻ എന്തോ പരിചയമുണ്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ വടക്കേ നടയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് വന്നത്. അപ്പോൾ അതിൽ സൈഡിലൂടെ റോഡിലൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫ്രണ്ടിലേക്കാണ് ഇപ്പോൾ പോണത്. കാരണം നമ്മളെന്തായാലും ഫ്രണ്ട് വശത്തിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നാമത് ഒരുപാട് നേരത്തെയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒന്ന് ചുറ്റി കാണാം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴേ നട തുറക്കുള്ളൂ. കാരണം അത്രയും സമയം നമ്മൾ മുന്നേ വന്നു. ഒന്നില്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വരണമായിരുന്നു, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വൈകി വരണമായിരുന്നു. ഇത് രണ്ടും ഇല്ലാത്തൊരു സമയത്താണ്. എന്നാലും കുഴപ്പമില്ല. കുറേ സമയം നമുക്ക് അവിടെ ഉണ്ണിക്കണ്ണൻ്റെ എന്താ പറയുക ആ സ്ഥലത്ത് കുറേ നേരം നമുക്ക് ഇരിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് നമ്മൾ എന്തായാലും ഇതാണ് അകത്തേക്ക് കയറാനുള്ള ഫ്രണ്ടിലെ വഴി. നമ്മൾക്ക് എന്തായാലും ഐശ്വര്യമായിട്ട് മുമ്പിലൂടെ തന്നെ കയറി പോകാം. ഫ്രണ്ടിൽ ആ വലിയ ചുമരും അതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉത്സവം എന്തോ കഴിഞ്ഞതാണ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ മതിലുകൾക്കൊക്കെ നല്ല പെയിൻറ്റിങ്ങും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്തെങ്കിലും പറയും. ഇവിടെ എന്തോ പണിയാണ് തോന്നുന്നില്ല. ഇവിടെ മൊത്തത്തിൽ എന്തൊക്കെയോ പണിയുന്നുണ്ട്.
ഞങ്ങൾ എന്തായാലും ഒരുപാട് നേരത്തെയാണ് 2:40 ആയിട്ടുള്ളൂ. 5:30ക്കാണ് ശരിക്കും നട തുറക്കുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കണം. കാരണം അകത്ത് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മരത്തിൻ്റെ തണലിൽ ഞങ്ങൾ കുറേ നേരം നിന്നു. അപ്പോൾ അവിടെ ഒരു ഉണ്ണിക്കണ്ണനെ ആരോ ഒരു പ്രായമായ ഒരു അച്ഛൻ അവിടെ നിന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഉണ്ണിക്കണ്ണനെ നിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അവിടെ നിലത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു സങ്കടവും തോന്നി. കാരണം കുട്ടിയായിട്ടുള്ള കണ്ണനല്ലേ, അതുകൊണ്ട്. പക്ഷേ ഈ അച്ഛൻ അവിടെ എല്ലാം നല്ല ഈ വൃത്തികേടായിട്ടുള്ള കുട്ടി കല്ലുകളും പുല്ലും എല്ലാം കൈകൊണ്ട് തന്നെയാണ് വൃത്തിയാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ അച്ഛൻ കണ്ണനോട് എന്തോ പറയുന്ന പോലെ ഞാൻ ഇവിടേക്ക് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ആ അച്ഛൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു മരത്തിൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്നതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ അച്ഛൻ ഇവിടേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഉണ്ണിക്കണ്ണനെ അങ്ങനെ അവിടെ മാത്രമല്ല, ഈ ആൽമരത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ അങ്ങനെ കുറേ കുട്ടി കണ്ണനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മൾ ലോങ് എന്നൊക്കെ വരുന്നതാണല്ലോ, അപ്പോൾ അവിടെ കുളിച്ച് റെഡിയായിട്ട് അകത്ത് വരാനായിട്ട് തൊട്ടടുത്ത് തന്നെ കുളിമുറിയും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൈയും കാലൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ അകത്ത് വന്നു നമ്മൾ. പക്ഷേ നട തുറന്നിട്ടില്ല അപ്പോഴും. എന്നാലും നമുക്ക് അതിന് ഉള്ളിൽ ഇരിക്കാനൊക്കെ ആയിട്ട് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഇപ്പോൾ നല്ല വെയിലത്തുനിന്ന് വന്നിട്ട് അതിനകത്ത് കയറി ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. അവിടെ നിന്ന് കുളമൊക്കെ നല്ല ക്ലീനായിട്ട് കാണുന്നുണ്ടായിരുന്നു. കുറേ സമയം ഞങ്ങൾ മണിക്കൂറോളം അവിടെ ഇരുന്നിട്ടാണ് കണ്ണനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് എല്ലാവരെയും കാണാൻ പറ്റി. അധികം വലിയ തിരക്കൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. ചിലർ കൂടിപ്പോയാൽ ഒരു 50 പേരിൽ കുറവ് ആൾക്കാരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരുപാട് നേരത്തെ ആയതുകൊണ്ടാണോ എന്നും അറിയില്ല. പക്ഷേ അവിടെയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സമയം ഇരുന്നു. കുറേ സമയം പറഞ്ഞാൽ മണിക്കൂറോളം ഞങ്ങൾ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് ഇരിക്കാൻ അതിനും വേണമല്ലോ ഒരു ഭാഗ്യം. ആ കാണുന്നത് ഗുരുവായൂർ നട എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ അതിനകത്തുണ്ട്. അവിടുത്തെ ഇതിവിടെ അധികം എനിക്ക് നമ്മൾ ഗുരുവായൂരിലെ കഥ പോലെ അധികം ഇവിടുത്തെ ഉണ്ണിക്കണ്ണൻ്റെ കഥകളൊന്നും അറിയില്ല. പക്ഷേ ഒരു സൈഡിൽ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ അവിടെ ഉണ്ട്. അത്യാവശ്യം അവിടെ നിന്ന് ഞങ്ങൾ അകത്തൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അകത്ത് ദൈവത്തിൻ്റെ ആ സൈഡൊന്നും പോയി എടുക്കാതെ തന്നെ കൊണ്ടാണ് തോന്നുന്നു ഒന്നും പറയാതിരുന്നത്. ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ അടുത്തത് ചക്കുളത്ത് കാവാണ് പോകുന്നത്. അതെ, ഞങ്ങൾ ചക്കുളത്ത് പോകണം. ഇവിടെ ഒരു ആന കൊമ്പനാന നിൽക്കുന്നുണ്ട്. എടുക്കാൻ പറ്റുമോ അറിയില്ല. നമുക്കൊരു ആന കാണാൻ വേഗം പോയിട്ട് പറഞ്ഞോ. ആ ആനൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഏട്ടൻ പറഞ്ഞോ പറയണ്ടേ, എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് എനിക്ക് ആനനെ കണ്ടിട്ട് തോന്നണ്ടേ. ഒറിജിനൽ ആന നിൽക്കുന്ന പേടിയോടെയായിരുന്നു ഞാൻ നിന്നത് തന്നെ. അവിടെ വലിയൊരു ശംഖ് വെച്ചിട്ടുണ്ട്. അതിനടുത്തൊരു മോട്ടർ വെച്ചിട്ടുണ്ട്. ആ മോട്ടർ ഓണാക്കുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഈ താഴെ വീഴും എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം അതിനടുത്ത് മോട്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓണാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് പ്രസാദം. വെണ്ണയും പ്രസാദവും മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അമ്പലപ്പുഴ പാൽപ്പായസമാണ് പ്രാധാന്യം. പക്ഷേ നമ്മൾ വൈകി എത്തിയത് കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് അമ്പലപ്പുഴയിൽ നിന്ന് പാൽപ്പായസം കിട്ടിയില്ല. കാരണം ഞങ്ങൾ എത്തിയത് 2 മണിക്ക് ശേഷമാണല്ലോ. രാവിലെ 10 മണിക്ക് പോയി ടോക്കൺ എടുത്താൽ മാത്രമേ 1 മണിൻ്റെ ഉള്ളിലാണ് പാൽപ്പായസം കിട്ടുക. അപ്പോൾ നമ്മൾക്ക് എന്തായാലും അതിന് ഭാഗ്യം കിട്ടിയില്ല. എന്നാലും സങ്കടമില്ല. കാരണം നമ്മൾക്ക് നന്നായിട്ട് കണ്ണനെ കാണാനും അവിടെ ഒരുപാട് സമയം ഇരിക്കാനും അങ്ങനെ പറ്റി. നമ്മളപ്പോൾ അടുത്തത് ചക്കുളത്ത് കാവിലേക്കാണ് പോകുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.